നമ്മൾ പലവട്ടം വായിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള ഉപമയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ഉള്ള ആളുകൾ ആരൊക്കെയാണ്? നല്ല സമരിയാക്കാരൻ്റെ ഉപമയിൽ ആരൊക്കെയാണ്? അതിലുള്ള ആളുകൾ ആരൊക്കെയാണ്? ആരൊക്കെയാ പറഞ്ഞു? ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നത് പണിയായി എന്നായി പിള്ളേർക്ക്. ആരൊക്കെയാണ്? സമരിയാക്കാരനല്ലേ? സമരിയാക്കാരനുണ്ട്, പിന്നെ ആ കവർച്ചക്കാരുടെ കൈപ്പെട്ട മനുഷ്യനുണ്ട്, കവർച്ചക്കാരുണ്ട്, പിന്നെ ആരാണ്? പുരോഹിതനുണ്ട്, ലേവായനുണ്ട്. എത്ര പേരുള്ള? ഇത്രയും പേരെയാണ് നമ്മൾ പൊതുവെ, ഇത്രയും പേരെ പറ്റിയാണ് നമ്മൾ പൊതുവെ സംസാരിക്കാറ്. പക്ഷെ ഒരാളും കൂടിയുണ്ട്. ആരാണത്? ഒരാളും കൂടിയുണ്ട്. ഞാനിപ്പോൾ വായിച്ചല്ലുള്ളത്. സത്രം സൂക്ഷിപ്പുകാരൻ. അങ്ങനെ പറ്റി നമ്മൾ കാര്യമായിട്ടൊന്നും പറയാറില്ല. പക്ഷെ നമുക്കിന്ന് ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ മനോഭാവത്തെ പറ്റി ചിന്തിക്കാം. എന്താണ് ഈ സത്രം സൂക്ഷിപ്പുകാരൻ ചെയ്യുന്നത്? ഈ സമരിയാക്കാരനാണ് ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത്. വീണുപോയ ഒരു മനുഷ്യനെ താങ്ങിയെടുത്ത് ശുശ്രൂഷിച്ച് പരിചരിച്ച് ആ രക്ഷയുടെ അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത് സമരിയാക്കാരനാണ്. സമരിയാക്കാരൻ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി, ആ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ, അത് തുടരുന്നതാരാണ്? അത് സത്രം സൂക്ഷിപ്പുകാരനാണ്. ഈ സമരിയാക്കാരൻ ഈ സത്രത്തെ കൊണ്ട് ഈ മനുഷ്യനെ സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ, ഈ സത്രം സൂക്ഷിപ്പുകാരന് വേണമെങ്കിൽ ഒരുപാട് തൊടുന്യായങ്ങൾ പറഞ്ഞത് ഒഴിവാക്കാമായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് ഒരു സത്രം എന്ന് പറയുന്നത് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലമാണ്. മുറിവേറ്റ ആളുകളെ പരിചരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും പൊതുവെ സത്രങ്ങളിലില്ല. അപ്പം അതുകൊണ്ട് ആ സത്രം സൂക്ഷിപ്പുകാരന് പറയാമായിരുന്നു, ഇതുപോലത്തെ കേസൊന്നും ഇവിടെ എടുക്കില്ല. അതുമാത്രമല്ല, ഈ സത്രം സൂക്ഷിപ്പുകാരന് ഈ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യനെ അറിയാൻ പാടില്ല. ആ മനുഷ്യനെയും കൊണ്ടുവരുന്ന ഈ സമരിയാക്കാരനെയും പരിചയമില്ല. അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് മാറാമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ചെയ്യുന്നത്, ഈ സമരിയാക്കാരൻ ആരംഭിക്കുന്ന ഒരു നല്ല പ്രവൃത്തി, അത് പകുതി വഴിക്ക് നിന്നു പോകാതെ അത് പൂർണ്ണതയിലേക്ക് തുടരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യുകയാണ്, അതിനോട് സഹകരിക്കുകയാണ്. മറ്റൊരാൾ ആരംഭിക്കുന്ന ഒരു നല്ല പ്രവൃത്തി പകുതി വഴിക്ക് അവസാനിക്കാതെ തുടരാനായിട്ട് അതിനോട് സഹകരിക്കുന്ന മനോഭാവം, അതാണ് ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ മനോഭാവം. ആ മനോഭാവം നമ്മളെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഈ സമരിയാക്കാരൻ, നല്ല സമരിയാക്കാരൻ, അത് ക്രിസ്തു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നല്ല സമരിയാക്കാരനാണ് ഈ നല്ല പ്രവൃത്തി ആരംഭിക്കുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഏത് നല്ല പ്രവൃത്തിയുടെ തുടക്കവും അത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ആ തുടക്കം അത് ക്രിസ്തുവിൽ നിന്നാണ്. നമ്മളുടെ റോൾ എന്താണ്? ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റേതുപോലുള്ള ഒരു റോളാണ്. ക്രിസ്തു ആരംഭിക്കുന്ന എല്ലാ നല്ല പ്രവൃത്തികളോടും സഹകരിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് തുടങ്ങുന്നു, നമ്മളതിനോട് സഹകരിക്കുമ്പോൾ അത് അവിടുന്ന് ആഗ്രഹിക്കും വിധത്തിൽ നമ്മളിലൂടെ പൂർത്തിയാക്കുന്നു. ഈ മനോഭാവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. ആ മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് പറ്റുമ്പോൾ അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ, ഞാനാണിതെല്ലാം ചെയ്യുന്നത് എന്നുള്ള മനോഭാവമില്ലാതെ, എളിമയോടുകൂടി ക്രിസ്തു ആരംഭിക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികളോടും സഹകാരികളായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം ഞാൻ ഇതിനകം സൂചിപ്പിച്ചു. മറ്റാരോ ആരംഭിക്കുന്ന നന്മ പ്രവൃത്തിയെ പകുതി വഴിക്ക് നശിപ്പിക്കാതെ പൂർത്തിയാക്കുക എന്നുള്ള വലിയ ദൗത്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്ന ഒരാളെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരാളുടെ ജീവിതത്തിൽ അയാളൊരു നന്മയുടെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ അയാളെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ യാത്ര തുടരാൻ സാധിക്കാതെ പാതി വഴി ഇട്ടിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ആരാണ്? ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്ന ഒരാളുണ്ട്, മൂത്ത മകൻ. ഈ ധൂർത്തപുത്രൻ, അവന് ദൈവം അവൻ്റെ ഉള്ളിൽ പ്രചോദിപ്പിച്ച് അവൻ അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി, അവൻ തിരികെ വീട്ടിലേക്ക് ഒരു നല്ല മനുഷ്യനായി, പുതിയ മനുഷ്യനായി കടന്നു വരുമ്പോൾ ഈ മൂത്ത മകൻ എന്താണ് പറയുന്നത്? അവൻ്റെ പഴയ കാര്യങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവനെ അവൻ്റെ ഈ പുതിയ യാത്രയിൽ, പുതുജീവിതത്തിലേക്കുള്ള യാത്രയിൽ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന മൂത്ത പുത്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിലേത് റോളാണ് എടുക്കുന്നത്? ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ മറ്റൊരാൾ തുടങ്ങി വെച്ച നന്മ, അത് പൂർണ്ണതയിലേക്ക് നീങ്ങാനായിട്ട് സഹകരിക്കുന്ന സഹകാരികളാണോ? അല്ലെങ്കിൽ ഒരാൾ തുടങ്ങി വെച്ച ഒരു നല്ല ജീവിതയാത്ര അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന, അത് പാതി വഴി അവസാനിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകനെ പോലെയാണോ നമ്മൾ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ചെറുപ്പക്കാരിയായിട്ടുള്ള ഭാര്യ ഭർത്താവുമായിട്ട് പിണക്കമായി, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അമ്മായിമ്മയുമായിട്ടും പിന്നെ പിണക്കമായി. അങ്ങനെ ഒരു വാശിക്ക് വീട്ടിൽ നിന്നിറങ്ങി, ഭർതൃഗൃഹത്തിൽ നിന്നിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ സ്വന്തം അമ്മ, അവർ വളരെ ക്ഷമയോടുകൂടി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. കുടുംബജീവിതമാകുമ്പോൾ, ദാമ്പത്യ ജീവിതമാകുമ്പോൾ കുറേയൊക്കെ ക്ഷമിക്കാനായിട്ട് പറ്റണം, കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയായാൽ മാത്രമാണ് ആ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ വാശി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല. അതുകൊണ്ട് അവളെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, നീ തിരികെ നിൻ്റെ ഭർതൃഗൃഹത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവളെ സ്നേഹത്തോടെ പറഞ്ഞയക്കുകയാണ്. ആ അമ്മ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുകയാണ് ഈ മകളുടെ ജീവിതത്തിൽ. അവള് അമ്മയുടെ അല്ലെങ്കിൽ അമ്മ ആരംഭിച്ച ഈ നന്മ പ്രവൃത്തിയുടെ തുടർച്ച എന്നോണം സ്വന്തം ഭർതൃഗൃഹത്തിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ ഭർത്താവും അമ്മായിമ്മയും മറ്റു കുടുംബാംഗങ്ങളും അവളെ വീണ്ടും പഴി പറഞ്ഞ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി മോശമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? മറ്റാരോ തുടങ്ങി വെച്ച ഒരു നന്മയുടെ പ്രവൃത്തി, ആ പെൺകുട്ടിയുടെ സ്വന്തം അമ്മ തുടങ്ങി വെച്ച ഒരു നന്മയുടെ പ്രവൃത്തി, അതിനെ പാതി വഴിയിൽ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് അത്. അതുപോലെ തന്നെയാണ് ഒരു ക്ലാസ് ടീച്ചർ ആ ക്ലാസ്സിൽ പഠിക്കാൻ മിടുക്കനല്ലാത്ത ഒരു കുട്ടിയെ കൂടുതൽ കരുതൽ കാണിച്ച് പ്രോത്സാഹിപ്പിച്ച് അവന് ആത്മവിശ്വാസം കൊടുത്ത് ആ കുട്ടി കൂടുതൽ ആത്മവിശ്വാസത്തോടെ പഠനത്തിൽ മുന്നോട്ട് പോയി തൊട്ടടുത്ത ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ, അടുത്ത പ്രൊമോഷനൊക്കെ കിട്ടി അടുത്ത ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ആ തുടങ്ങി വെച്ച, അതിനു മുമ്പുള്ള ക്ലാസ് ടീച്ചർ തുടങ്ങി വെച്ച ആ നന്മ പ്രവൃത്തി തുടരുന്നതിന് പകരം ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ അനാവശ്യമായിട്ട് പരിഹസിച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റാരോ തുടങ്ങി വെച്ച നന്മ പ്രവൃത്തി പാതി വഴിയിൽ ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകൾ, അത് മറ്റാരെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ച ഒരു നന്മയുടെ ഒരു ജീവിതയാത്രയെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തികളാണോ, വാക്കുകളാണോ? വാക്കുകൊണ്ട് നമ്മളതിന് ഇല്ലായ്മ ചെയ്യുന്നുണ്ടോ? ഇത് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ നല്ല മനോഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ആ മനോഭാവം, മറ്റൊരാൾ തുടങ്ങി വെച്ച
ഒരു നന്മ പ്രവൃത്തി അതത്ര എളുപ്പമല്ല. മറ്റൊരാൾ തുടങ്ങിയ കാര്യം തുടരാമെന്ന് പറയണത് അത്ര എളുപ്പമല്ല. കാരണം അതിന് വലിയ പേരൊന്നും കിട്ടില്ല. അതിന് എപ്പോഴും പ്രകീർത്തിക്കപ്പെടുന്നത് തുടങ്ങി വെച്ച ആളുകളാണ്. നമുക്കറിയാം, ഈ സുവിശേഷത്തെ പറ്റി തന്നെ ചിന്തിച്ചാൽ മതി. ആരെങ്കിലും സത്രം സൂക്ഷിപ്പുകാരനെ പറ്റി ചിന്തിക്കാറ് പോലും ഇല്ല. അങ്ങനെ ഒരാളുള്ളത് പോലും നമ്മൾ ചിന്തിക്കാറില്ല. എല്ലാവരും പ്രകീർത്തിക്കുന്ന ആരെയാണ്? നല്ല സമരിയാക്കാരനെയാണ്. അയാൾ ആരംഭിച്ച ആ പ്രവൃത്തിയെയാണ്. അത് തുടരുന്ന ആളുകളെ പറ്റി പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരാൾ ആരംഭിച്ച ഒരു നല്ല പ്രവൃത്തി തുടരുക, അതിനോട് സഹകരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് വലിയ ഒരു ക്രിസ്തീയ മനോഭാവമാണ് എന്ന് ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ ജീവിത മനോഭാവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ഞാൻ മറ്റുള്ളവർ തുടങ്ങി വെച്ച നന്മകളെ, അങ്ങനെ നന്മയുടെ ഒരു പുതുജീവിതം നടക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണോ, അതോ നിരുത്സാഹപ്പെടുത്തി ഇല്ലായ്മ ചെയ്യുന്ന, അവരുടെ പുതുജീവിതത്തിലേക്കുള്ള യാത്രയെ ഇല്ലായ്മ ചെയ്യുന്ന ആളാണോ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം.